ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ ഇനി വരാൻ പോകുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മാത്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ ഫസ്റ്റ് വൺ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 3987 സ്ക്വയർ പ്ലസ് 4013 സ്ക്വയർ, ഈ രണ്ട് സംഖ്യകളുടെ ഇൻഡിവിജ്വൽ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഇതിനായിട്ട് നമ്മളൊരു റിലേഷൻ മനസ്സിലാക്കണം. 3987 4013 എക്സാക്ട് മിഡിലായിട്ടുള്ള നമ്പറാണ് 4000 എന്ന് പറയുന്നത്. 4000 നിന്ന് 13 കുറച്ചാൽ 3987 കിട്ടും, അതിന്റെ സ്ക്വയർ പ്ലസ് 4000 കൂടി 13 ആഡ് ചെയ്താൽ 4013 കിട്ടും. സോ 4000 പ്ലസ് 13 അതിന്റെ സ്ക്വയർ ആണ് 4013 സ്ക്വയർ. ഇത് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് ഏത് ഫോർമാറ്റിലാണ്. a മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ്. ഓൾജിബ്രയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് a മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്നുള്ളത്. സോ ഇവിടെ a എന്ന് പറയുന്നത് എന്താ 4000 ആണ്, b എന്ന് പറയുന്നത് 13 ആണ്. സോ 2 ഇൻറ്റു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു a സ്ക്വയർ എന്ന് പറയുമ്പോൾ 4000 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13 സ്ക്വയർ. 2 ഇൻറ്റു 4000 സ്ക്വയർ എന്താ 16, പിന്നെ എത്ര വരും സീറോസ് നമുക്കറിയാം 6 സീറോ വരും. അതിലെ ബാക്കിയുള്ള 3 സീറോന്റെ കൂടെ എന്താണ് നമുക്കറിയാം 13 സ്ക്വയറും കൂടെ ആഡ് ചെയ്യണം. 13 സ്ക്വയർ 169. സോ ആ നമ്പർ ഏതാ വരിക 169 കൂടെ നമ്മൾ ആഡ് ചെയ്താൽ ഇതായിരിക്കും നമ്പർ. സോ 2 ടൈംസ് ഓഫ് ദിസ് നമ്പർ. സോ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറയുന്നത് 16ന്റെ ഡബിൾ 32 ആണ്, പിന്നെ 3 സീറോ ആണ് വരുന്നത്. 169ന്റെ ഡബിൾ എന്ന് പറയുന്നത് 338 ആണ് വരിക. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ആൻഡ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അല്ലാതെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്പറുകളുടെ അതായത് 3987 4013 ഇൻഡിവിജ്വൽ സ്ക്വയറുകൾ കണ്ടിട്ട് ആഡ് ചെയ്യരുത്. ഈ ഒരു റിലേഷൻ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ട് എത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. ഒരു സാധനം അതിന്റെ വാങ്ങിയ വിലയുടെ 11/8 ഇരട്ടി വിലയ്ക്ക് വിറ്റാൽ ലാഭശതമാനം അഥവാ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? ഇതാണ് ചോദ്യം. നമുക്കറിയാം 11/8 ടൈംസ് ഓഫ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസിനാണ് വിൽക്കുന്നത്. അതായത് വിൽക്കുന്നത് എന്താണ്? വാസ് സോൾഡ് അറ്റ് 11 and 8 ടൈംസ് ഓഫ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. അതായത് നമ്മൾ ഇതിൽ മനസ്സിലാക്കണം കോസ്റ്റ് പ്രൈസിന്റെ 11/8, അതായത് 8 എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് പ്രൈസ് അഥവാ CP ആയിട്ട് എടുത്താൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലുള്ള 11 ആണെന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താ? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 8 രൂപയുള്ള ഒരു സാധനം 11 രൂപയ്ക്ക് വിറ്റാൽ അവിടെ എത്ര രൂപയെ ലാഭം? 3 രൂപയിലെ ലാഭം. 3 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാ? 8 ആണല്ലോ. 3/8. 1/8 എന്ന് പറഞ്ഞാൽ 12.5% 1/8 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ പെർസെൻറ്റേജ്. ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 37.5% ആയിരിക്കും ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഗ്രൂപ്പ് ഡി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. 1 minus 7 plus 2 minus 8 plus 3 minus 9 plus 4 minus 10 എന്നീ 100 പദങ്ങളുള്ള ശ്രേണിയുടെ മൂല്യം എത്ര? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ അപ് ടു 100 ടൈംസ്? എന്താണ് വരുന്നത്? ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് എന്തുണ്ട്? നമുക്ക് പല രീതിയിൽ എടുക്കാം. 1 plus 2 plus 3 plus 4 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണി തന്നെയാണിത്. അതുപോലെ തന്നെ -7 -8 -9 -10 അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി? 1 - 7 എന്ന് പറയുമ്പോൾ -6 ആണ്. 2 - 8 എന്ന് പറയുമ്പോൾ -6 ആണ്. 3 - 9 എന്ന് പറയുമ്പോൾ -6 ആണ്. 4 - 10 എന്ന് പറയുമ്പോൾ -6 ആണ്. -6നെ ഇങ്ങനെ ആഡ് ചെയ്താണ് ഇങ്ങനെ പോകുന്നത്. എത്രയാണ്? 100 ടേംസ് ആണുള്ളത് അല്ലെ? ഇവിടെ നമുക്കറിയാം 2 ടേമുകളെ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 2 ടേമുകളെ പ്രോസസ് ചെയ്യുമ്പോഴാണ് -6 കിട്ടുന്നത്. 2 ടേമുകളെ പ്രോസസ് ചെയ്യുമ്പോഴാണ് -6 കിട്ടുന്നത്. അപ്പോൾ 100 ടേമുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ടേമുകളെ പ്രോസസ് ചെയ്യുമ്പോൾ ഒരു -6 കിട്ടും. അങ്ങനെ 100 ടേമിനെ പ്രോസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം -6 ഇൻറ്റു എത്ര -6 വരും? 50 -6കൾ വരും. സോ ദ ആൻസർ ഈസ് വാട്ട്? -300 ആയിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് മൗസിന്റെ കഴ്സർ മാത്രം യൂസ് ചെയ്ത് നമുക്ക് റൈറ്റ് ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് വൺ.
രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 26% ലഭിക്കുകയും 2280 വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു. പോൾ ചെയ്ത ആകെ വോട്ടുകളുടെ എണ്ണം കണ്ടെത്തുക. In an election contested between two candidates, one candidate got 26% of the total votes casted and lost by 2280 votes. Find the total number of votes casted. എന്താണ് ഇത്? രണ്ട് പേര് തമ്മിലാണ് മത്സരിക്കുന്നത്. രണ്ട് പേരുണ്ട്. നമുക്കറിയാം, ഒന്ന് എ എന്ന് പറയുന്ന ആളും ഒന്ന് ബി എന്ന് പറയുന്ന ആളായിട്ട് എടുക്കുക. ഓക്കെ, സോ എ എന്ന് പറയുന്ന ആൾക്ക് 26% വോട്ടുകളാണ്. ടോട്ടൽ കാസ്റ്റ് ചെയ്ത 26% വോട്ടുകൾ കിട്ടി അല്ലെ. ടോട്ടൽ വോട്ടുകളുടെ എണ്ണം 100% ആയിട്ട് എടുക്കുകയാണെങ്കിൽ, കാസ്റ്റ് ചെയ്ത ടോട്ടൽ വോട്ടുകളുടെ എണ്ണം 100% ആണെങ്കിൽ ബി എന്ന് പറയുന്ന ആൾക്ക് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും? എടാ, ഒരാൾക്ക് 26% കിട്ടിയാൽ ടോട്ടൽ വോട്ട് എത്രയാണ് കാസ്റ്റ് ചെയ്തത്? 100% ആണല്ലോ. അതിന്റെ ബാക്കി എത്രയാണ് വരുന്നത്? 74%. ഈ 74% വോട്ട് ആർക്കാ കിട്ടിയ? ബിക്കാണ് കിട്ടിയിരിക്കുന്നത് ആണല്ലോ. പക്ഷെ ഇവിടെ ജയിച്ചതാരാ? നമുക്കറിയാം ബി ആണ് ജയിച്ചിട്ടുള്ളത്. തോറ്റതാരാ? എ ആണ് തോറ്റത്. കാരണം എക്ക് വോട്ട് കുറവാണ്. എ എത്ര വോട്ടിനാ തോറ്റത്? എ തോറ്റത് 2280 വോട്ടിനാണ് പരാജയപ്പെട്ടത് ആണല്ലോ. സോ പരാജയപ്പെട്ടത് 2280 വോട്ടിനാണ്. അതായത് 26% എക്ക് കിട്ടി, 74% ബിക്ക് കിട്ടി. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 24 പോയാൽ 50 ആവും. സോ 48% വോട്ടാണ് കുറവ് കിട്ടിയത്. അതായത് 48% വോട്ടിനാണ് തോറ്റത്. തോറ്റത് എത്ര ശതമാനമാണ്? 48% കുറവുണ്ട്. അതായത് 2280 ആണ് 48% എന്ന് പറഞ്ഞാൽ 2280 വോട്ടാണ്. നമുക്ക് കാണേണ്ടത് എന്താ? ടോട്ടലി കാസ്റ്റ് ചെയ്ത വോട്ടുകൾ അല്ലെ. സോ അതെന്ന് പറയുന്നത് എത്രയാണ്? 100% ആണ്. 100% ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 48% 2280 ആണെങ്കിൽ 48% എന്ന് പറയുന്നതിലെ 48 2280 ക്യാൻസൽ ചെയ്തോ. 4 ടൈംസ് ആൻഡ് 7.5 47.5 ആണ് 1% എന്ന് പറയുന്നത്. 1% എന്ന് പറയുന്നത് 47.5 ആണ്. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നത് 4750 വോട്ടുകളായിരിക്കും ടോട്ടൽ കാസ്റ്റ് ചെയ്തത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ജയിച്ച ആള് തോറ്റ ആള് അവർ തമ്മിലുള്ള പേഴ്സൻറ്റേജിന്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, എത്ര ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. സോ എത്ര വോട്ടുകൾക്ക് വിജയിച്ചു അല്ലെങ്കിൽ എത്ര വോട്ടിനാണ് പരാജയപ്പെട്ടത് എന്നുള്ളത് രണ്ടു പേർക്കും കിട്ടിയിരിക്കുന്ന ശതമാനം വോട്ടുകളുടെ ഡിഫറൻസ് ആണ്. ഓക്കെ ആണല്ലോ ആ ഒരു കോൺസെപ്റ്റ്. ക്ലിയർ? സോ ദിസ് ഈസ് ആൻസർ ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. നല്ല ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വരുന്നത്? സോ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം 87253 87253 87252. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 87253നെ 87253 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആക്കി എടുത്തു. ഇതിനെ എക്സ് ആക്കി എടുക്കുക. സോ ദിസ് ഇസ് വാട്ട്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ടിൽ എങ്ങനെ എഴുതാം? 87253 സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ മൈനസ് 87253 അതായത് എക്സ് മൈനസ് 87252 അതായത് എക്സിൽ നിന്ന് 1 കുറച്ചിട്ടുള്ളതാണ് 87252 എന്ന് പറയുന്നത്. ഇതാണല്ലോ റിസൾട്ട്. ഇതെന്താണ്? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ മൈനസ് എക്സ് പ്ലസ് 1 ആയി മാറും. ഓക്കെ ആണല്ലോ. സോ ഇതെന്തിലേക്ക് വന്നു? ഇതെന്ന് പറയുന്നത് എന്താ ശരിക്കും? ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഏത് ഇക്വേഷന്റെ എക്സ്പാൻഷൻ ആണ്? നമുക്കറിയാം എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് പറയുന്നത്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ അണ്ടർ റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ആണ് ആൻസർ. എക്സ് മൈനസ് 1 ആണ് ആൻസർ വരിക. സോ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 87253 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ ആൻസർ ആയി. എത്ര വരും? 8725 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ 8725
252 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ എ ഇസ് ദ റൈറ്റ് ആൻസർ. വെരി സിമ്പിൾ. ഓൾജിബ്രയും സിംപ്ലിഫിക്കേഷനും എല്ലാം മിക്സ് ആയിട്ടുള്ള, ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് ഓൾജിബ്ര എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. സോ ഇതാണ് സംഭവം. അല്ലാതെ ഇവിടെയും എന്ത് ചെയ്യണ്ട, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഇത് കുറച്ച് ഇത് കുറയ്ക്കാൻ നിൽക്കണ്ട, നേരം വെളുക്കും. സോ ദിസ് ഈസ് എ മെത്തേഡ്. ദിസ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. എ ബി സി എന്നിവരുടെ ശമ്പളങ്ങൾ 2:3:4 എന്ന അനുപാതത്തിലാണ്. അവരുടെ ശമ്പളത്തിൽ യഥാക്രമം 30%, 20%, 10% വർധനവ് അനുവദിച്ചാൽ അവരുടെ ശമ്പളത്തിന്റെ പുതിയ അനുപാതം എന്തായിരിക്കും? 3 പേരുണ്ട്, എ ബി സി. എ എന്ന് പറയുന്ന ആള്, ബി എന്ന് പറയുന്ന ആള്, സി എന്ന് പറയുന്ന ആള്. എയുടെ സാലറി 2:3:4 എന്ന അനുപാതത്തിലാണ്. ഓക്കെ ആണല്ലോ. സോ എയുടെ ശമ്പളത്തിന്റെ 30% കൂടി, എയുടെ ശമ്പളം എത്രയാ? 2 യൂണിറ്റ് ആണ്. ആ 2ന്റെ 30% കൂടിയാൽ 2ന്റെ കൂടെ നമ്മൾ 2ന്റെ 30% കൂടെ ആഡ് ചെയ്യണം. ആണല്ലോ? ആണ്. അതായത് 2 എന്ന് പറയുന്ന ശമ്പളത്തിന്റെ കൂടെ 30% കൂടിക്കഴിഞ്ഞാൽ പുതിയ ശമ്പളം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ശമ്പളം കിട്ടാനായിട്ട് 2 എന്ന് പറയുന്നത് 100% ആണല്ലോ. 30% കൂടെ കൂടിക്കഴിഞ്ഞാൽ 2 × 130% പുതിയ ശമ്പളം എന്ന് പറയുന്നത്. 2% എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉണ്ട്. 2 എയുടെ ശമ്പളം. അതിനോടുകൂടി 2ന്റെ 30% കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര കൂടി? 2 × 130%. 2 എന്ന് പറയുന്നത് 100% പിന്നെ 2ന്റെ 30% കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 × 130%. ബി എന്ന് പറയുന്നതിന്റെ 20% കൂടിയത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ബിയുടെ ശമ്പളം 3 ആണ്. അതിന്റെ കൂടെ തന്നെ 20% എന്ന് പറയുമ്പോൾ 3 × 120%. 4 എന്ന് പറയുന്ന സിയുടെ സാലറിയുടെ 10% കൂടി, അതായത് 4 × 110%. ഇതാണ് പുതിയ ശമ്പളത്തിന്റെ അനുപാതം എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? പെർസെൻറ്റേജ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ആണല്ലോ? സോ സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. 0 0 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 2 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. 2 എന്ന് പറയുന്നത് 12ൽ 6 തവണ. 2 എന്ന് പറയുന്നത് ഇവിടെ 2 തവണ. സോ ആൻസർ എന്ത് വരും? ആൻസർ ഇവിടെ 13:3 × 6 18 = 2 × 11 22. ഇതായിരിക്കും ഇവരുടെ പുതിയ ശമ്പളത്തിന്റെ അനുപാതം എന്ന് പറയുന്നത്. 13:18 22. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ലോജിക്ക് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഒരാളുടെ ശമ്പളം 5 ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 5 രൂപയാണ് ഒരാളുടെ ശമ്പളമെങ്കിൽ അതിന്റെ 20% കൂടിയെന്ന് പറഞ്ഞാൽ 5 രൂപ എന്തായാലും കിട്ടും. അതിന്റെ കൂടെ 5ന്റെ 20% കൂടെ ആഡ് ചെയ്യപ്പെടും. അതായത് 5 എന്ന് പറയുന്നത് 100% അതിന്റെ കൂടെ 20% കൂടെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ 100% പ്ലസ് 20% ടോട്ടല് 120% ആയിട്ട് മാറും പുതിയ ശമ്പളം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദ നെക്സ്റ്റ് 328, 451, 697 എന്നീ സംഖ്യകളുടെ HCF അഥവാ ഉത്തമ സാധാരണ ഘടകം അല്ലെ? എക്സ് ആണെങ്കിൽ എക്സിന്റെ മൂല്യം കണ്ടെത്തുക. എക്സ് എന്ന് പറയുന്നതാണ് HCF എന്ന് പറയുന്നത്. അതിന്റെ മൂല്യം കണ്ടെത്തണം. ഏതൊക്കെ സംഖ്യകൾ? 328, 451, 697. ഇതാണ് സംഖ്യകൾ. സോ നമ്മൾ മനസ്സിലാക്കണം, ഇവ തമ്മിലുള്ള ഡിഫറൻസിന്റെ ഒരു ഫാക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് ആയിരിക്കാം HCF എന്ന് പറയുന്നത്. HCFന്റെ റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. 328ഉം 451 തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും? 328ൽ നിന്ന് 400 ആവാൻ തന്നെ നമുക്കറിയാം എത്ര വേണം? 72 വേണം അല്ലെ? 72ഉം 51ഉം 123. സോ 123 എന്ന് പറയുന്ന സംഖ്യ HCF ആണോ? ഇവിടെ റേഞ്ച് നോക്കിയ ഈ റേഞ്ചിന്റെ ഉള്ളിൽ പെടുന്നതാണ് HCF എന്ന് പറയുന്നത്. അപ്പൊ 123ന്റെ ഫാക്ടർ ആവാം. 123ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 41 × 3 ആണ് 123. അപ്പൊ നമുക്ക് എന്ത് പറയാം? 41 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 41 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. യെസ്, ഇതിനെ ഡിവൈഡ് ചെയ്യാം. 451നെ ഡിവൈഡ് ചെയ്യാം. 41 × 11 ആണ് 451. 697നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 41 × 17 ആണ് 697. സോ 41 എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ HCF. അത് ഏത് 2 സംഖ്യകൾക്കിടയിലാണ്? 40നും 44നും ഇടയിലാണ് 41 എന്ന് പറയുന്ന HCF. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് HCF ആവണില്ലെങ്കിൽ ആ ഡിഫറൻസ് ആയിട്ട് വരുന്ന ഈ 123ന്റെ ഫാക്ടേഴ്സ് എടുക്കുക. 41 × 3. ക്ലിയർ ആണല്ലോ? സോ ദ നെക്സ്റ്റ് വൺ. ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ.
ഒരച്ഛൻ മകനോട് പറഞ്ഞു, നീ ജനിച്ച സമയത്ത് നിനക്ക് ഇപ്പോഴുള്ള പ്രായമായിരുന്നു എനിക്ക്. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 40 വയസ്സാണെങ്കിൽ 5 വർഷം മുമ്പ് മകന്റെ പ്രായം എത്രയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു? എ ഫാദർ സെഡ് ടു ഹിസ് സൺ, ഐ വാസ് ആസ് ഓൾഡ് ആസ് യു ആർ അറ്റ് ദ ടൈം ഓഫ് യുവർ ബർത്ത്. ഇഫ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ ഫാദർ ഈസ് 40 years, then what was the age of the son 5 years ago? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 40 വയസ്സാണ്. 40 വയസ്സാണ്. മകന്റെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് എന്താക്കി എടുക്കാം? മകന്റെ സണ്ണിന്റെ ഇപ്പോഴത്തെ പ്രായം, സൺ പ്രസന്റ് വയസ്സ് എന്ന് പറയുന്നത് എക്സ് ആക്കി എടുത്തോ. അതായത് അച്ഛനെ ഇപ്പോഴുള്ള പ്രായം 40 ആണെന്ന് അറിയാം. മകൻ ജനിക്കുമ്പോഴുള്ള അച്ഛന്റെ പ്രായം എത്രയാ? മകൻ ഇപ്പോഴുള്ളത് എക്സ് വയസ്സാണെങ്കിൽ മകൻ ജനിക്കുമ്പോഴുള്ള അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് 40 - x ആണ്. 40 - x ആണ് മകൻ ജനിക്കുമ്പോൾ അച്ഛന്റെ പ്രായം. സോ ഇതെന്ന് പറയുന്നത് മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ്. മകന്റെ ഇപ്പോഴുള്ള വയസ്സ് എത്ര? എക്സ് അല്ലേ? എക്സ് 40 - x = x. സോ എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 20 വരും. മകന്റെ ഇപ്പോഴത്തെ പ്രായം 20 വയസ്സാണ്. ദെൻ വാട്ട് വാസ് ദ ഏജ് ഓഫ് സൺ 5 years ago? 5 വർഷം മുമ്പ് എത്രയായിരുന്നു? 20 ആണ് ഇപ്പോഴത്തെ വയസ്സെങ്കിൽ 15 വയസ്സായിരുന്നു 5 വർഷം മുമ്പ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ 15 years. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ അല്ലേ? യെസ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് വൺ. 1000 - a - b = 998. a plus b plus 998 = 1008. Find a and b. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. a - b ഉണ്ട്, a plus b ഉണ്ട്. ഇത് രണ്ടും സോൾവ് ചെയ്തിട്ട് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ a - b എന്ന് പറയുന്നത് നമുക്കറിയാം 998 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്കറിയാം a - b എന്തായി മാറും? a - b എന്ന് പറയുന്നത് 998 1000 നിന്ന് കുറച്ചാൽ 2. a plus b എന്താണ്? 998 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ a plus b എന്ന് പറയുന്നത് 1008 നിന്ന് 998 പോയാൽ എത്ര വരും? നമുക്കറിയാം 1008 നിന്ന് 998 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 10 വരും. ഓക്കെ ആണല്ലോ? സോ ഇവിടെ തന്നിരിക്കുന്ന 2 ഇക്വേഷൻസ് ആണ്, നമുക്കറിയാവുന്ന 2 ഇക്വേഷൻസ് ആണ്. a - b = 2, a plus b = 10. സോ ഇവ തമ്മിലുള്ള റിലേഷൻ, 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 10, അതേ 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ 2. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വലിയ സംഖ്യ എന്ന് പറയുന്നത് 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 10, അതേ 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ആ സംഖ്യകൾ കുറയ്ക്കുമ്പോൾ 2 ആണെങ്കിൽ വലിയ സംഖ്യ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ 2ഉം 10ഉം കൂടെ കൂട്ടുക. 2 + 10 എത്ര വരും? 10 + 2 അതിന്റെ പകുതിയായിരിക്കും a എന്ന് പറയുന്നത്. b എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ആ 2 സംഖ്യകളുടെ ഡിഫറൻസ് 10 - 2 / 2 ആയിരിക്കും. സോ ദിസ് ഇസ് വാട്ട് 6 ആയിരിക്കും ആൻസർ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ a എന്ന് പറയുന്നത് 6ഉം b എന്ന് പറയുന്നത് 4ഉം വരും. a എന്ന് പറയുന്നത് 6ഉം b എന്ന് പറയുന്നത് 4ഉം വരും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? 2 സംഖ്യകൾ കൂട്ടുമ്പോൾ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, അതേ 2 സംഖ്യകൾ കുറയ്ക്കുമ്പോൾ മറ്റൊരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യ കാണാൻ അത് തമ്മിൽ കൂട്ടുക / 2, അല്ലെങ്കിൽ അവ തമ്മിൽ കൂട്ടിയിട്ടുള്ളതിന്റെ പകുതി. ചെറിയ സംഖ്യ കാണാനായിട്ട് അവ തമ്മിൽ കുറച്ചതിന്റെ പകുതി. അത്രേ ഉള്ളൂ. ഗോട്ട് ഇറ്റ്? ദിസ് ഈസ് നെക്സ്റ്റ് വൺ. എക്സും വൈയും ഇരട്ട സംഖ്യകളാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഒറ്റ സംഖ്യ? എക്സും വൈയും ഇരട്ട സംഖ്യകളാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഒറ്റ സംഖ്യ? ഇങ്ങനെ ഇരട്ട സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ എന്തെടുക്കുക? ഒരു എക്സാമ്പിൾ എടുക്കുക. എക്സ് = 2 എന്ന് പറയുന്ന ഇരട്ട സംഖ്യയല്ലേ? വൈ എന്ന് പറയുന്നത് എന്താണ്? 4 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയല്ലേ? എക്സും വൈയും ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കാം. xy + 1 ഇത് ഒറ്റ സംഖ്യയാണോ നോക്കാം. xy എന്ന് പറയുമ്പോൾ 2 × 4 എത്രയാണ്? 8. 8 + 1 എത്രയാണ്? 9. 9 ശരിയാണ്. ഓപ്ഷൻ എ വരാം. വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കാം. നമുക്ക് വരാൻ ചാൻസ് കുറവാണ്. x + y × xy. x + y എന്ന് പറയുമ്പോൾ 6. 6 + 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 14. 14 ഒറ്റ സംഖ്യയാണോ? അല്ല. ഓപ്ഷൻ ബി അല്ല. x + y എന്ന് പറയുന്നത് 6. 6 ഒറ്റ സംഖ്യയാണോ? അല്ല. 3x + y 3x എന്ന് പറയുമ്പോൾ 6. 6 + 4 എന്ന് പറയുമ്പോൾ 10. 10 ഒറ്റ സംഖ്യയാണോ? അല്ല. ഓപ്ഷൻ ഡി അല്ല. സോ ദ ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? സോ ഒരു എക്സാമ്പിൾ എടുക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓപ്ഷനിലെ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് ആൻസർ. ഗോട്ട് ഇറ്റ്? സോ ദ നെക്സ്റ്റ് വൺ.
See this one. This is a beautiful question. 15√3 സെന്റിമീറ്റർ ആരമുള്ള തടി കൊണ്ടുള്ള ഒരു ഗോളമുണ്ട്. ഓക്കെ, ഈ ഗോളത്തിൽ നിന്ന് മുറിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുര കട്ടയുടെ ആകെ ഉപരിതല വിസ്തീർണം എത്രയായിരിക്കും? There is a wooden sphere of radius 15√3. The total surface area of the largest possible cube cut from the sphere will be. അതായത് ഒരു സ്ഫിയർ ഉണ്ട്, നമുക്കൊരു സ്ഫിയർ വരയ്ക്കാം. ഒരു സ്ഫിയർ ഉണ്ട്, ഈ സ്ഫിയറിനുള്ളിൽ എന്താണ്? ഒരു ക്യൂബ് ഉണ്ട് ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമുക്കൊരു ക്യൂബും വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഒരു ക്യൂബും നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ദിസ് ഇസ് എ ക്യൂബ്. ഒരു ക്യൂബ് ഉണ്ട്. ഓക്കെ, യെസ്. ഈ ഗോളത്തിൽ നിന്ന് ഈ ക്യൂബിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഗോളത്തിന്റെ റേഡിയസ് നമുക്കറിയാലോ. ഈ ഗോളത്തിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതാണ് സെന്റർ എങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അതിന്റെ റേഡിയസ്. എത്രയാണ്? 15√3 ആണ് ഇതിന്റെ റേഡിയസ് ആയിട്ട് പറയുന്നത്. ഗോളത്തിന്റെ റേഡിയസ് 15√3 ആണ്. ഇതിൽ നിന്ന് മുറിച്ചെടുത്ത ഈ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ നമുക്കറിയാം. ക്യൂബ് ഏറ്റവും വലിയ സൈസ് ആണെങ്കിൽ ഇതിന്റെ ഈ എഡ്ജുകൾ എന്തായിരിക്കും? ഈ എഡ്ജുകൾ സ്ഫിയറിന്റെ ഇന്റേണൽ സർഫസിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യൂബിന്റെ ഡയഗണൽ ആയിരിക്കും. ഏത് ഡിസ്റ്റൻസ്? നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂബിന്റെ ഡയഗണൽ ആയിരിക്കും. നമുക്കറിയാം, ഒരു ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് A√3 ആയിരിക്കും. A√3 നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ക്യൂബിന്റെ ഡയഗണൽ തന്നെയാണ് ഈ സ്ഫിയറിന്റെ ഡയാമീറ്റർ അല്ലേ? ക്യൂബിന്റെ ഡയഗണൽ തന്നെയാണ് ഈ സ്ഫിയറിന്റെ ഡയാമീറ്റർ. ക്യൂബിന്റെ ഡയഗണൽ എത്രയാണ്? A√3. സ്ഫിയറിന്റെ ഡയാമീറ്റർ എത്രയാണ്? 15√3 എന്ന് പറയുന്നത് റേഡിയസ് ആണെങ്കിൽ അതിന്റെ ഡയാമീറ്റർ റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും. എത്രയായിരിക്കും? 15√3യുടെ ഡബിൾ 30√3 ആയിരിക്കും. സോ ഓക്കെ അല്ലേ? സോ √3 ആൻഡ് √3 ഗെറ്റ് ക്യാൻസൽ. A is equal to എന്ത് വന്നു? 30 വന്നു. A എന്ന് പറയുന്നത് ക്യൂബിന്റെ സൈഡ് ആണ്. നമുക്ക് കാണേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ. 6a² ആണ്. സോ നമുക്കറിയാം 6 × a² എന്ന് പറയുന്നത് 30ന്റെ സ്ക്വയർ 900 ആണ്. സോ 6 × 9 5400 is the right answer. Option C is the right answer. It's very simple, very easy and it's very important. Okay, clear ആണല്ലോ? Yes. So this is the last question and it's very simple. 25% of 25% is equal to 25% of 25% is equal to എന്താണ് വരിക? ഓക്കെ, യെസ്. ഒരു കാര്യം ചെയ്താൽ മതി, ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ബിലോ. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം, ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഓൾറെഡി ഡേറ്റ് ഒക്കെ വന്നിരിക്കുന്നതാണ്. SSCയുടെ ഒരുപാട് എക്സാമുകളും ഇനി വരാനിരിക്കുന്നുണ്ട്. സോ SSCയുടെ തന്നെ കലണ്ടറിലാണ് ഇനി മുതൽ RPF, SIയും കോൺസ്റ്റബിളും വരിക എന്നുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം എക്സാമുകൾക്കായിട്ടല്ല നിങ്ങൾക്ക് പഠിക്കാം. RRBയുടെ തന്നെ റെഗുലർ ബാച്ച്, RRBയുടെ എല്ലാ എക്സാമുകൾക്കുള്ള ഓൺലൈൻ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈൻ ബാച്ചുകളും ഇപ്പോൾ നമ്മളിനി ഒക്ടോബർ 22, ഈ മാസം 22-ാം തീയതി തൊട്ട് RRBയുടെ ഓഫ്ലൈൻ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കേരളത്തിലുള്ള സൈലം ഓഫ്ലൈൻ ക്യാമ്പസുകൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ RRBയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കുക. ഓൺലൈൻ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ പറയുന്നത്, ഈ കാണിച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ SSCയുടെയും ഓൺലൈൻ ബാച്ചുകളെല്ലാം നമ്മൾ ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് ഓൺലൈൻ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ്. SSCയുടെ എല്ലാ എക്സാമുകൾക്കും ആയിട്ടുള്ള ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ കേരളത്തിലെ നമുക്കറിയാം 8ഓളം ജില്ലകളിലാണ് നമ്മുടെ സൈലം ഓഫ്ലൈൻ ക്യാമ്പസുകൾ SSCയുടെയും RRBയുടെയും ബാച്ചുകളായിട്ട് റൺ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ എക്സാമുകൾക്കായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ലാസ്റ്റ് പറഞ്ഞ ഹോംവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.